ഞങ്ങൾ ഇന്നലെ തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു, ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ആദ്യം പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങളത് പരിശോധിച്ചു. ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായൊരു തീരുമാനമെടുത്തു, സസ്പെൻഡ് ചെയ്യാൻ. അന്ന് ആ തീരുമാനമായിരുന്നു ശരി. രണ്ടാമതൊരു പരാതി കൂടി KPCC പ്രസിഡന്റ് വന്നു. ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു, പുറത്താക്കാൻ തീരുമാനമെടുത്തു. ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. വൈകിപ്പോയി എന്നുള്ളൊരു ഇല്ലല്ല, വൈകുന്ന എങ്ങനെ? അല്ല, ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു, ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ. തീരുമാനം എടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു ഗൗരവതരമായ കേസ് വന്നപ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ, കൊടപിടിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ, ഒരു പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ അത് അപ്പം തന്നെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ AKG സെൻറ്ററിൽ പൊടി പിടിച്ച് മാറാല പിടിച്ച് ഒരുപാട് പരാതികൾ കിടക്കുന്നുണ്ട്. ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ നന്നായിരിക്കും. എന്താണെങ്കിലും സഖാക്കളും ഗോവിന്ദനും വിജയനും ഒന്നും ചെയ്തതുപോലെ ഈ പാർട്ടി അത്തരത്തിൽ അളക്കാനോ തീവ്രത അളക്കാനോ അകത്ത് കയറിയതിന്റെ നീളം പരിശോധിക്കുവാനോ പുറത്ത് കറഞ്ഞ തുള്ളിയുടെ എണ്ണം എടുക്കുവാനോ ഒന്നും നിന്നില്ല. ധാർമ്മികത മുൻനിർത്തി മാതൃകാപരമായിട്ട് ആരോപണം ഉയർന്ന ഉടനെ തന്നെ സസ്പെൻഷൻ. അത് കഴിഞ്ഞ് പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ കാര്യങ്ങളിൽ നിന്ന് പാർട്ടിക്ക് പുറത്തേക്ക് എടുത്ത് മാറ്റിവെച്ചു. ഈ പാർട്ടി സതീശൻ പറഞ്ഞതുപോലെ ഇത് അഭിമാനമാണ്. മാതൃകയാക്കേണ്ടവർക്കെല്ലാം മാതൃകയാക്കാം. ഇതാണ് സ്ത്രീകൾക്ക് വാല്യൂ, സ്ത്രീത്വത്തിന് വില കൽപ്പിക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ നടപടികൾ എടുത്തത്. അല്ലാത്തവര് AKG സെന്ററിൽ മാറാല പിടിച്ചു കിടക്കുന്ന ഒരുപാടധികം പരാതികളുണ്ട്. ആ പരാതിയിൽ ഉൾപ്പെട്ടവരൊക്കെ നിയമസഭക്കകത്ത്, ക്ലിഫ് ഹൗസില്, മുഖ്യമന്ത്രിയുടെ ഓഫീസില് ഒക്കെ നിരന്തരമായിട്ട് മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുകയാ. അപ്പോ ധാർമ്മികതയാണ് അളവുകോൽ മാനദണ്ഡമെങ്കിൽ ആ ധാർമ്മികതയുടെ തൂക്കത്തിൽ അതിൽ കോൺഗ്രസിന് തന്നെയാണ് മുൻതൂക്കം എന്നുള്ളത് ഒരു നിസ്സംശയം പറയാൻ കഴിയും. തീരുമാനങ്ങൾ എടുത്തുറപ്പിച്ചതാണ്. ആരോപണം ഉയരുമ്പോൾ ഒരു പരാതി പോലും ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ. അത് കഴിഞ്ഞ് നിയമ നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക്. ഇങ്ങനെ ആർജവമുള്ള നിലപാടുകൾ എടുക്കാൻ ഗോവിന്ദ ഇനിയും എത്ര ജന്മം ജനിക്കേണ്ടി വരും മിസ്റ്റർ ഗോവിന്ദൻ? ഒന്ന് പറഞ്ഞു തരാമോ? ഗോവിന്ദൻ ഇപ്പം ന്യായീകരിക്കുക. ഞങ്ങളുടെ പാർട്ടി അംഗമല്ലെന്നാ ഗോവിന്ദൻ പറയുന്നത്. മറ്റൊരു ഗോവിന്ദന്റെ കൂടപ്പിറപ്പായ മറ്റൊരു സ്ത്രീ ഉണ്ട്, വനിതാ നേതാവ് പറയുന്നത് തീവ്രത കുറവാണ് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറിയത് ഫുള്ളായിട്ട് കയറിയിട്ടില്ല എന്നാണ് വനിതാ നേതാവ് പറയുന്നത്. അപ്പോ അങ്ങനെ ന്യായീകരണങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് മുന്നില് ഇത്തരത്തിൽ ധാർമ്മികതയുടെ ക്ലാസ് എടുത്ത് കാണിച്ചു കൊടുക്കുക, വാക്കിലല്ല പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുകയാണ് കോൺഗ്രസ്. അഭിമാനമല്ലാതെ പിന്നെന്താണ് ഇതൊക്കെ? ഇതിനല്ലേ കൈയടിക്കേണ്ടത്? ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഒരു പൂർണ്ണമായ ഇടപെടൽ. അതിന് നേതൃത്വം കൊടുക്കുന്നവര് പ്രത്യേകിച്ച് സതീശൻ, അതുപോലെ സണ്ണി ജോസഫ്. കാരണം അവരുടെ നിലപാടുകൾ, ഈ കാർക്കശ്യമുള്ള നിലപാടുകൾ എപ്പോഴും ഇത്തരത്തിലുള്ള മാതൃകാപരമായ നടപടികളിലേക്ക് കടക്കുന്നതിന് വലിയ പ്രചോദനമായിട്ടുണ്ട്, അല്ലെങ്കിൽ കരുത്തായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസ് ഒരിക്കലും വ്യക്തിയെ നോക്കിയില്ല, അയാളുടെ കഴിവിനെ നോക്കിയില്ല, അയാളുടെ സ്വീകാര്യതയെ നോക്കിയില്ല. അയാൾ പാർട്ടിയിൽ എത്രമാത്രം പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചു എന്ന് നോക്കിയില്ല. ധാർമ്മികത മാത്രമാണ് മാനദണ്ഡമാക്കിയത്. അയാളെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസിന് അവിടെ ഈ നാണക്കേടിന്റെ പ്രശ്നമുണ്ടായില്ല, അല്ലെങ്കിൽ ഈഗോയുടെ പ്രശ്നമുണ്ടായില്ല. അയ്യോ
എന്തോ ഒരു നാണക്കേട് എന്നുള്ള രീതിയിൽ കോൺഗ്രസിന് ഫീൽ ചെയ്തില്ല. കോൺഗ്രസ് കോടതി കൂടി ശരിവെച്ചപ്പോ, ആരോപണങ്ങളെ കോടതി കൂടി ശരിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയപ്പോ കോൺഗ്രസ് എന്ത് ചെയ്തു? എടുത്ത് പുറത്തിട്ടു. അതാണ് ധാർമ്മികത, അതാണ് മാതൃക. കൈയടിക്കേണ്ട മാതൃക അതാണ്. ആർക്ക് കഴിയുമോ ഇങ്ങനെ ഇത്തരത്തിലൊരു നടപടിയെടുക്കാൻ, ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ? ഗോവിന്ദന് സാധിക്കുവോ? ഗോവിന്ദൻ ഇപ്പോഴും പറഞ്ഞ് ന്യായീകരിക്കുകയല്ലേ അയാൾ പാർട്ടിയിൽ അംഗമല്ലെന്ന്. ഗോവിന്ദന്റെ വനിതാ സഖാക്കൾ പറയാ തീവ്രത കുറഞ്ഞതാണ്, ഞങ്ങൾക്ക് അനുഭവമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അളന്നു നോക്കിയിട്ടുണ്ട്, മെഷീൻ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, ആ മെഷീൻ ഉപയോഗിച്ച് ഞങ്ങൾ അളന്നു നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തീവ്രത കുറവാണെന്നാണ് ആര് പറയുന്നത്? വനിതാ നേതാവ് പറയുന്നത്. ഇത്തരത്തിൽ ന്യായീകരണങ്ങൾ ഇറക്കുക എന്നല്ലാതെ ചെറുവിരൽ അനക്കിക്കൊണ്ട് ഒരു നടപടി എന്ന് പൊതുജനത്തിന് തോന്നുന്ന രീതിയിൽ ഒരു നടപടി എടുക്കാൻ ആർജവമുണ്ടോ ഗോവിന്ദ? അല്ലെങ്കിലും എന്താ ആർജവമല്ലേ? അയ്യന്റെ പൊന്നു കക്കാൻ ആർജവം കാണിച്ചവനോട് ഞാൻ ആർജവമുണ്ടോ എന്ന് ചോദിക്കുന്നത് അല്ലേ? ധാർമ്മികതയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് അയ്യന്റെ പൊന്നു കട്ടവനോടാണ് ഞാൻ ചോദിക്കുന്നത്. ധാർമ്മികതയുണ്ടോ എന്ന്, അഭിമാനമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് അയ്യന്റെ പൊന്നു കട്ടവനോടാണ്. ആ പൊന്നു കട്ടവനെ സംരക്ഷിക്കുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ധാർമ്മികതയുണ്ടോ, അഭിമാനമുണ്ടോ, ആത്മാഭിമാനമുണ്ടോ, ഉളുപ്പുണ്ടോ എന്നൊക്കെ. അത് ചോദിച്ചു തന്നെ വലിയ തെറ്റാ. കാരണം എന്താ? ഇതൊക്കെ ഉണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ, ആത്മാഭിമാനമുണ്ടെങ്കിൽ, ധാർമ്മികതയുണ്ടെങ്കിൽ അയ്യന്റെ പൊന്ന് കക്കാൻ ഇറങ്ങി പുറപ്പെടുമായിരുന്നോ? അത്തരത്തിൽ അയ്യന്റെ പൊന്ന് കട്ടിട്ട് വിഹിതം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അത് വാങ്ങി നക്കാൻ തയ്യാറാകുമായിരുന്നോ? അതും കഴിഞ്ഞ് പോലീസും കേസും ജനങ്ങളും കോടതിക്കും ബോധ്യപ്പെട്ട് കള്ളനെ പിടിച്ച് അകത്തിടുമ്പോ അവനെ സംരക്ഷിക്കാൻ തയ്യാറാകുമായിരുന്നോ? ഒരിക്കലുമില്ല. അപ്പൊ അങ്ങനത്തെ ഗോവിന്ദനോട് ഞാൻ എന്ത് ധാർമ്മികത പറയാനാ? അങ്ങനത്തെ അടിമകളോട് എന്ത് ധാർമ്മികത പറയാനാ? ധാർമ്മികത ഇവരാണിപ്പോ നമുക്ക് പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു കൈയില്ലാത്തവൻ വിരലില്ലാത്തവന് ധാർമ്മികത പഠിപ്പിക്കുന്നു. കൂട്ടത്തിൽ റേപ്പ് കേസിലെ പ്രതിയുണ്ട്, കള്ളനുണ്ട്, അയ്യന്റെ പൊന്ന് കട്ടവൻ കൂട്ടത്തിലുണ്ട്, ഭാര്യയെ പീഡിപ്പിച്ചവൻ കൂട്ടത്തിലുണ്ട്, കൊലപാതകികൾ കൂട്ടത്തിലുണ്ട്, സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവിനെ പീഡിപ്പിച്ചവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. ഇവനെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് ഇവര് നമുക്ക് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുകയാണ്. ആഹാഹാ, എന്താണല്ലേ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? ആരൊക്കെയാണ് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നത്? പി ശശിയാണ് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നത്. PK ശശിയാണ്, മുകേഷാണ്, മുഹമ്മദ് റിയാസ് ആണ്, ഗണേഷ് കുമാറാണ്, തോമസ് ഐസക്കാണ്, കടകംപള്ളിയാണ്, P ശ്രീരാമകൃഷ്ണനാണ്, KT ജലീലാണ്. UAE-യിൽ നിന്ന് ഖുർആൻ കൊണ്ടുവരുന്നു, ആ ഖുർആനിനിടയിലും സ്വർണം കടത്തുന്നു. തോമസ് ഐസക്കും കടകംപള്ളിയും വിളിച്ചിട്ട് വാ പോകാം നമുക്ക് മൂന്നാറിലെ റിസോർട്ടിലേക്ക് എന്ന് ആരോടാ പറയുന്നത്? സ്വപ്ന സുരേഷിനോട് പറയുന്നു. അങ്ങനത്തെ ഇവര് നമുക്ക് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നു. വാ. ഇന്ന് ഗോവിന്ദൻ വന്നിരുന്നിട്ട് വലിയ വായിൽ പ്രസംഗിക്കുകയാണ്. ആരാ ഗോവിന്ദൻ? രാഹുൽ മാങ്കൂട്ടം വിഷയം ആദ്യമായിട്ട് വിവാദങ്ങൾ ഉയരുന്നത് എപ്പോഴാ? ഗോവിന്ദന്റെ മകൻ 8 നിലയിൽ പെട്ട് കിടക്കുമ്പോഴാണ് കത്ത് വിവാദം. പോളിറ്റ് ബ്യൂറോയിലേക്ക് കേരളത്തിൽ നിന്നൊരു കത്ത് പോവുക. എന്താ കത്തിൽ പറഞ്ഞിരിക്കുന്നത്? ആരാണ് കത്തിലെ പ്രതി? ഗോവിന്ദന്റെ മകനാണ്. ആ ഗോവിന്ദന്റെ മകനെതിരെ കേരളത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോക്ക് ഒരു കത്ത് പോകുന്നു. ആ കത്ത് പോകുമ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ആദ്യമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത്. ആ ഗോവിന്ദൻ വന്നിരുന്നു കൊണ്ട് നമ്മളോട് ഇന്ന് വലിയ വായിൽ ക്ലാസ് എടുക്കുന്നു. എന്താണ് ക്ലാസ്? നിങ്ങൾ ധാർമ്മികതയുള്ളവരാവണം. ആരാണ് ഗോവിന്ദന്റെ ഇടത്തും വലത്തും നിൽക്കുന്നത്? ഒന്ന് മുകേഷ് ഉണ്ട്, വലതു ഭാഗത്ത് P ശശിയുണ്ട്, ചുറ്റുമായിട്ട് PK ശശിയും കടകംപള്ളിയും തോമസ് ഐസക്കും KT ജലീലും നിരവധി ആളുകൾ ചുറ്റിലുമായിട്ടുണ്ട്. ഇവരൊക്കെ ചുറ്റിലും നിർത്തിക്കൊണ്ടാണ് ഗോവിന്ദൻ നമ്മളോട് പറയുന്നത്, നിങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം മക്കളെ, നിങ്ങൾ ഗൃഹപാഠം ചെയ്യണം മക്കളെ. പീഡനത്തിന്റെ തീവ്രത അളക്കാൻ സ്വന്തമായിട്ട് മെഷീൻ കൈവശമുള്ളവർ, അത് ഉപയോഗിക്കാൻ അറിയുന്ന രണ്ട് ആളുകൾ കേരളത്തിലുള്ളൂ. ഒന്ന് PK ശ്രീമതിയും ഒന്ന് AK ബാലനും. ഇവർ രണ്ടുപേരും AKG സെന്ററിൽ ആ മെഷീനും പിടിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ രണ്ടുപേരെ കൂടെ നിർത്തിക്കൊണ്ട് ഗോവിന്ദൻ നമ്മളോട് വീണ്ടും പറയുന്നു, മക്കളെ നിങ്ങൾ ധാർമ്മികതയുള്ളവരാകണം.
സ്വന്തം പാർട്ടിയിൽപ്പെട്ട വനിതാ പ്രവർത്തകയെ പീഡിപ്പിച്ചതിന് പരാതി ഉയർന്നിട്ട് പാർട്ടി തീവ്രത അളന്നിട്ട് പറഞ്ഞു ഇല്ല, തീവ്രത കുറവാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, നടപടിയെടുക്കണം ആ വ്യക്തിക്കെതിരെ. നടപടിയെടുത്തു. എന്താ നടപടി? പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലുണ്ടായ ആളെ പിടിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി. എന്ന് പറഞ്ഞാൽ ഒരു ക്യാബിനറ്റ് പദവിക്ക് തുല്യമായ ഒരു പദവി കൊടുത്തു. അയാളെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും തൊടാൻ കഴിയാത്ത രീതിയിൽ അയാളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ വ്യക്തിയാണ്, അയാൾക്കെതിരെ നടക്കുന്ന അന്വേഷണങ്ങളെ പോലും നിയന്ത്രിക്കുന്നത് ശശിയാണ്. ശശി പോലീസിനെ നിയന്ത്രിക്കുന്നത് ആരാ? പി ശശിയാണ്. ശശിക്കെതിരെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും കൺട്രോൾ ചെയ്യുന്നത് ശശിയാണ്. അപ്പൊ പാർട്ടി നടപടി എടുത്തില്ല എന്ന് നിങ്ങൾ ആരും പറയരുത്. പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. എന്താ നടപടി? എല്ലാവരുടെയും തല തൊട്ടപ്പനാക്കിയിട്ട് പ്രതിഷ്ഠിച്ചു. ഇനി ആരുടെ കൈയും ശശിയിലേക്ക് നേരെ ഉയരരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ശശിയെ കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു. ഇപ്പൊ ശശി പറയും, ശശിക്കെതിരെ ശശിയെ ചോദ്യം ചെയ്യാൻ വരുന്ന പോലീസുകാരനോട് ശശി പറയുന്നത് എന്താ? ഇറങ്ങടാ പുറത്ത്, കിടക്കടാ പുറത്ത് എന്നാണ് പറയുന്നത്. കാരണം ആരാ? ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയാ. ശശി പറയുന്നത് അനുസരിച്ച് മതിയാകൂ. അങ്ങനത്തെ ശശിയെ കൂടെ നിർത്തിയിട്ട് വീണ്ടും ഗോവിന്ദൻ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം മക്കളെ, നിങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം. വല്ലാത്തൊരു ക്ലാസ് ആയി പോയി ഗോവിന്ദ. ഇനി എന്ത് ചെയ്യും ഗോവിന്ദ? വേണമെങ്കിൽ ധാർമ്മികത എന്താണെന്ന് കോൺഗ്രസിനെ കണ്ട് പഠിക്കുക ഗോവിന്ദ. കോൺഗ്രസ് ചെയ്ത കാര്യങ്ങള്, പ്രവർത്തികള്, കോൺഗ്രസ് രാഹുലിനെതിരെ എടുത്തിരിക്കുന്ന നടപടി, അതൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദന് മനസ്സിലാകും ധാർമ്മികത എന്താണ്, മര്യാദ എന്താണ്, സ്ത്രീ സുരക്ഷ എന്താണ്, സ്ത്രീകളുടെ മാനത്തിന്റെ വില എന്താണ്, ആത്മാഭിമാനം എന്താണ്, ഇതൊക്കെ എന്താണെന്ന് ഗോവിന്ദന് മനസ്സിലാകും. ഗോവിന്ദ ഇനിയെങ്കിലും ഉളുപ്പിച്ചിരി ബാക്കിയുണ്ടെങ്കിൽ ആ AKG സെന്ററിൽ മാറാല പിടിച്ചു കിടക്കുന്ന ഒരുപാട് പരാതികളുണ്ടല്ലോ. ശശിക്കെതിരെ കടകംപള്ളിക്കെതിരെ ഒക്കെ നിരന്തരമായി ഉയർന്നു വന്ന പരാതികള്, ആ പരാതികൾ ഇനിയെങ്കിലും കേരളത്തിലെ DGPക്ക് കൈമാറാൻ ഗോവിന്ദൻ തയ്യാറാകുമോ ഗോവിന്ദ?